സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഉത്ഥാനം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആത്മീയ സാന്നിധ്യത്തിൽ അവൻ്റെ ആത്മാവിൽ നിറഞ്ഞ് അവനോടൊപ്പം ആയിരിക്കാൻ ഈ ദിവസം നമ്മളെ കർത്താവ് വിളിച്ചതിനോട് നമുക്ക് ആദ്യം നന്ദി പറയാം. ഇന്ന് ഇല്ലിനോയ് സ്റ്റേറ്റിന് വേണ്ടി ഷിക്കാഗോയിൽ നിന്നും പ്രാർത്ഥന അയക്കുമ്പോൾ ചെറുപ്പുറത്ത് തോമസ് മേരിയ കുടുംബം ഇന്ന് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ തോമസ് ഓർപ്പിച്ച് ഇന്ന് ഓഗസ്റ്റ് 15 തീയതിയാണ്. നമുക്കറിയാം, ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അതോടൊപ്പം തന്നെയും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളാണ്. തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മീയമായി പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പ്രഭാത പ്രാർത്ഥനയിൽ ഇന്ത്യക്ക് വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യയുടെ ഉന്നമനത്തിനായി പ്രാർത്ഥിക്കാം. ഭാരതമേ, നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ എന്നാണ് ഒരു മാർപ്പാപ്പ ഒരിക്കലും ഭാരതത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഭാരതത്തിൽ നിന്നാണ് ദൈവവചനം ഭാരതത്തിന് ലഭിക്കേണ്ടത് എന്നായിരുന്നു. ഭാരതത്തിൽ നിന്നും ദൈവമക്കൾ അനേകർ ഉയർന്ന് ഭാരതത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു വിളി ഉണ്ട്. നമ്മൾ ഭാരതത്തിൽ നിന്നും പുറത്തു വന്ന് നമ്മൾ അമേരിക്കയിലായിരിക്കുമ്പോൾ, കാനഡയിലായിരിക്കുമ്പോൾ, വിദേശത്തായിരിക്കുമ്പോൾ തീർച്ചയായും നമ്മിലൂടെ ഇന്നലെയൊക്കെ ചിന്തിച്ച പോലെ നാം ആയിരിക്കുന്ന ദേശങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ ജന്മനാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അയക്കപ്പെട്ടിരിക്കുന്ന ദേശങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കുവാനും അവയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുവാനുമുള്ള വലിയൊരു ഉത്തരവാദിത്വ ദൗത്യം നമ്മളിലുണ്ട്. നമ്മൾ പലപ്പോഴും ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എന്നൊക്കെ കേൾക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇന്നലെ നമ്മൾ ചിന്തിച്ചു, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരാണ്, നമ്മളായിരിക്കുന്ന ദേശത്തിൻ്റെ പൗരന്മാരാണ്. രണ്ട് കാര്യങ്ങളാണ്. നമ്മളൊരു ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൗരത്വം ഒന്നാമതായി ചിന്തിക്കുന്നു. പിന്നെ നമ്മളായിരിക്കുന്ന ദേശത്തിൻ്റെ പൗരത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പം നമ്മളായിരിക്കുന്ന ദേശത്ത് നിന്നുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മളത് ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മളിന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ അല്ലേ, ഇത് യേശുവുമായുള്ള ബന്ധത്തിലാണ് അല്ലേ. തിരുസഭ നമ്മളെപ്പോഴും യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ചിന്തിക്കുക. യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ അധികാരം, യേശു മരിച്ചു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി തീർന്നുകൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് നമുക്ക് നിത്യജീവൻ യേശു വാങ്ങിത്തന്നു. ആ ഒരൊറ്റ പേര് യേശുവിൻ്റെ നാമത്തിൽ മാത്രമാണ്. മറ്റു ഒരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറെ ഒരു നാമവും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. അതെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നത്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തതും യേശു ക്രിസ്തു മാത്രമാണ്. അതിനകത്ത് വേറെ ആർക്കും അവകാശപ്പെടാനില്ല. അത് ദൈവപിതാവിന് നിശ്ചയമാണ്. ലോക പാപങ്ങളെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന ആ ടൈറ്റിൽ അത് യേശുവിന് മാത്രമാണ്. നമ്മുടെ എല്ലാ ആരാധനയും, എല്ലാ മഹത്വവും, എല്ലാ സ്തുതിയും, എല്ലാ പുകഴ്ചയും യേശുവിന് അർപ്പിച്ചുകൊണ്ട് തന്നെ യേശുവുമായി ഈ ഭൂമിയിൽ ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും, പ്രത്യേകിച്ചും ഈ ഭൂമിയിൽ യേശുവുമായൊരു ആത്മീയ ബന്ധത്തിലായിരുന്ന എല്ലാവരെയും നമ്മൾ ഓർക്കുകയാണ്. കത്തോലിക്ക സഭ ഓർക്കുന്ന അനേക വിശുദ്ധരുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന പരിശുദ്ധ കന്യകാമറിയം. കാരണം നമുക്കറിയാം, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സമർപ്പണത്തിലൂടെയാണ് മറിയത്തോട് അനുവാദം ചോദിച്ചുകൊണ്ടാണ് ദൈവം മനുഷ്യനായ ഭൂമിയിലേക്ക് വരുവാനുള്ള ഒരു സാധ്യതയുണ്ടായത്. മറിയത്തെ അനാദിയിൽ ദൈവം തെരഞ്ഞെടുത്തു. പക്ഷേ ദൈവദൂതൻ ഗബ്രിയേൽ മാലാഖ മറിയത്തിൻ്റെ അടുത്ത് വന്ന് ഈ വെളിപ്പെടുത്തൽ നൽകുമ്പോൾ മറിയം, ഇതെങ്ങനെ സാധിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല, ഞാൻ കന്യകയാണ്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല.
എന്ന് പറഞ്ഞപ്പോൾ ദൈവദൂതൻ പറഞ്ഞ് നമുക്കറിയാം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതിനാൽ നിന്നിൽ നിന്ന് ജനിക്കുന്നത് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും, ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. യേശുക്രിസ്തുവിന്റെ, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശുവിന്റെ വംശാവലി അവിടെ നമ്മൾ മറിയുമായിട്ടുള്ള, പരിശുദ്ധ കന്യാമറിയുമായിട്ടുള്ള ബന്ധം കാണും. നമ്മൾ മത്തായി 1-ാമത്തെ അധ്യായം 16 ഇങ്ങനെ പറയുന്നുണ്ട്, ജോസഫിന്റെ യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. വംശാവലി തലമുറ വരുമ്പോൾ സെയിന്റ് ജോസഫിന്റെ പിതാവായിരുന്നു യാക്കോബ്. ഇത് പറയാണ്, മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. നമുക്കറിയാം, ശാരീരികമായിട്ടല്ല. മുമ്പ് പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയുന്നില്ല, വിവാഹം കഴിച്ചിട്ടില്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സമയത്താണ് ദൈവം വന്ന മറിയത്തോട് സംസാരിക്കുന്നതും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിനാൽ നിന്നിൽ നിന്ന് ജനിക്കുന്നവന് അത് മനുഷ്യനിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് എന്ന വെളിപ്പെടുത്തല് ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് വായിക്കുന്നത്, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. നമ്മൾ ഈ 2 ദിവസം മുമ്പ് അല്ലെ ഇന്നലെയൊക്കെ നമ്മൾ ചിന്തിച്ചൊരു വചനമുണ്ടല്ലോ, മറിയത്തിന്റെ ശരീരമാണ് യേശു എടുത്തത്. മറിയത്തിൽ നിന്നാണ് ആത്മാവ് മറിയത്തിന്റെ ഉള്ളിലേക്ക് മറിയം സ്വീകരിച്ചു വചനം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ. യോഹന്നാൻ സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷം നമുക്കറിയാം, ഇന്നലെയൊക്കെ ചിന്തിച്ചാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അല്ലേ? അങ്ങനെയാണ് യോഹന്നാൻ തന്റെ സുവിശേഷം ആരംഭിക്കുക. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. വചനം മാംസമായി, 14 യോഹന്നാന്റെ 1-ാമത്തെ അധ്യായം 14-ാമത് വചനം, വചനം മാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചു. അപ്പൊ ഈ വചനം മാംസമായി എന്ന് പറയുമ്പോൾ ചുമ്മാ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്നും ഉണ്ടാവുകയായിരുന്നില്ല. മറിയത്തിന്റെ മാംസം സ്വീകരിച്ചാണ് യേശുവിന്റെ മാംസം, അവൻ ദൈവവചനം. മറിയം തന്റെ ജീവിതം പൂർണ്ണമായി ദൈവവചനത്തിന് മുമ്പിൽ അടിയറ വെച്ചു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ, നിന്റെ വാക്കുപോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ച മറിയത്തിന്റെ ഉള്ളിലേക്ക് ദൈവവചനം വന്ന് നിറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചാണ്, ദൈവവചനം വന്ന് നിറഞ്ഞു. ദൈവവചനം മറിയത്തിൽ നിന്നും മാംസം ധരിച്ചു. ദൈവവചനം മറിയത്തിൽ നിന്നും മാംസം ധരിച്ചു, മറിയത്തിൽ നിന്നും രക്തം സ്വീകരിച്ചു. ഒരു ശരീരം മെനയപ്പെട്ടു മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ. അപ്പൊ നമ്മള് യേശുക്രിസ്തുവിന്റെ എപ്പോഴും പറയുന്ന അവന്റെ ശരീരവും രക്തവുമാണ് നമ്മുടെ പാപപരിഹാരത്തിനായിട്ട് അർപ്പിക്കപ്പെട്ടത്. നമ്മളങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തുമാത്രം ബന്ധമാണ് ഈ യേശുവിന് മാതാവുമായ പരിശുദ്ധ കന്യാമറിയുമായിട്ടുള്ളത്. കാരണം ഈ മറിയത്തിൽ നിന്നും സ്വീകരിച്ച ശരീരവും മറിയത്തിൽ നിന്നും സ്വീകരിച്ച രക്തവുമാണ് പിന്നീട് ദൈവവചനത്താല് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി ചിന്തപ്പെട്ട രക്തമായി മാറിയത്. അപ്പൊ എന്തുമാത്രം ഒരു ബന്ധമാണ് ക്രിസ്തുവും, രക്ഷകനായ ക്രിസ്തുവും മറിയവും തമ്മിലുള്ളത്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഞാനത് പറയാൻ കാര്യം, പരിശുദ്ധ കന്യാമറിയം മരിച്ചു ഈ ഭൂമിയിൽ, പക്ഷേ മറിയത്തിന്റെ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു തൻ്റെ സ്വന്തം ശക്തിയാലല്ല. അതാണ് യേശു സ്വന്തം ശക്തിയാലാണ് സ്വർഗത്തിൽ, അതാണ് ആരോഹണം, സ്വർഗാരോഹണം ഹായാണ്. മറിയത്തിന്റെ സ്വർഗ ആരോപണമാണ് എന്ന് പറയുമ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. സ്വന്തം ശക്തിയാലല്ല, ദൈവശക്തിയാൽ, അല്ലെങ്കിൽ പറയും യേശു ക്രിസ്തുവിന്റെ ശക്തിയാൽ പരിശുദ്ധ കന്യാമറിയവും ഉടലോടെ മരണശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇത് പറയുമ്പോൾ നമുക്കറിയാം, കുറെ മനുഷ്യർ ഭൂമിയിൽ ഒരു സാധാരണ മനുഷ്യര് ഭൂമിയിൽ ജീവിച്ചിരുന്നവരിങ്ങനെ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയവരെ നമ്മള് ഉൽപ്പത്തിയിലെ 5-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്.
അല്ലെ, ആദം 930 വർഷം ജീവിച്ചു. ആദം 930 വർഷം. അതിനുശേഷം അവൻ മരിച്ചു എന്നാണ് പറയുന്നത്. ആദം മരിച്ചു. ശേഷം താഴോട്ട് നമ്മളൊരു 3-4 തലമുറ ഇങ്ങനെ, സേത്ത് 912 വർഷം ജീവിച്ചു, അവനും മരിച്ചു. ശേഷം പറയുന്നത് ഏനോഷ് 905 വർഷം ജീവിച്ചു, അവനും മരിച്ചു. കെയ്നാൻ 910 വർഷം ജീവിച്ചു, അവനും മരിച്ചു. പിന്നെ മഹലേല് അതിനുശേഷമുള്ള അവന്റെ ജീവിതകാലം 890 വർഷമായിരുന്നു, അവനും മരിച്ചു. യാരദ് അതിനുശേഷം 962 വർഷം, അവനും മരിച്ചു. ശേഷം യാരദിന്റെ മകനായ ഹെനോക്കിനെ കുറിച്ച് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി 5:23 വരുമ്പോൾ ഹെനോക്കിന്റെ ജീവിതകാലം ഉൽപ്പത്തി 5:23 ഹെനോക്കിന്റെ ജീവിതകാലം വെറും 365 വർഷമായിരുന്നു. 1/3 മറ്റുള്ളവരെക്കാളിലൊക്കെ. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, ഹെനോക്കിന്റെ ജീവിതകാലം 365 വർഷമായിരുന്നു. ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. അവൻ മരിച്ചു എന്ന് പറയുന്നില്ല, പറയാണ് പിന്നെ അവനെ കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തു എന്നാണ്. പിന്നെ അവനെ ആരും കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തു എന്ന്. വെറും 365 വർഷം മാത്രം ജീവിച്ചിരുന്ന ഹെനോക്ക് എടുക്കപ്പെട്ടു എന്നവർ ദൈവസന്നിധിയിലേക്ക്. അവൻ മരിച്ചതായിട്ട് പറയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, സാധാരണ പിന്നെ നമ്മൾ ഏലിയായെ കാണുന്നുണ്ടല്ലോ. ഇടയ്ക്കൊക്കെ ചിന്തിച്ചാണ്, ആത്മീയ രഥത്തിൽ അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ഏലിയ പ്രവാചകൻ. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അല്ലേ, ഈ പരിശുദ്ധ കന്യാമറിയം ദൈവം തന്നെയായ ഭൂമിയിൽ വന്ന് ജീവിച്ച ദൈവപുത്രനായ ദൈവം തന്നെയായ വചനം മാംസമായ യേശുക്രിസ്തുവിന് ശരീരവും രക്തവും നൽകിയ പരിശുദ്ധ കന്യാമറിയം മാത്രമല്ല, മറിയം അല്ലേ ആ ലൂർദിൽ വെളിപ്പെടുത്തിയ ഐ ആം ദി ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ. നമ്മൾ മറിയത്തെ തിരുസഭ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ചവളെന്നാണ്. ജന്മഭാവം, ആദത്തിലൂടെയുള്ള പാപം, അതിൻ്റെ സ്വാധീനമില്ലാത്തവള്. തീർച്ചയായിട്ടും നമുക്കറിയാം അങ്ങനെ ആരും ഇല്ല, എല്ലാവരും ജന്മഭാവമുള്ളവരാണ്. മറിയം മാത്രമേ ഉള്ളൂ ജന്മഭാവം ഇല്ലാത്തവളായി. കാരണം മറിയത്തിൽ നിന്നും യേശു ജനിക്കുമ്പോൾ തീർച്ചയായിട്ടും ജന്മഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറിയത്തിൽ നിന്നും ശരീരം യേശു എടുത്തത് കൊണ്ട് വീണ്ടും, അതുകൊണ്ട് മറിയത്തില് ജന്മഭാവം ഇല്ലായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം, അവള് ഈ ഹെനോക്കും ഏലിയായൊക്കെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെങ്കിൽ, ജന്മഭാവം ഉള്ളവരായി ജീവിച്ചവര് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെങ്കിൽ, അവരുടെ ജീവിതകാലം കഴിഞ്ഞപ്പോൾ തീർച്ചയായും അതിലെത്രയോ ഉന്നതമാണ് അല്ലേ ഈ മറിയത്തിന്റെ സ്ഥാനം. സ്വാഭാവികമായി നമ്മൾ ഇന്ന് തിരുസഭ 12-ാം പീയൂസ് മാർപ്പാപ്പയാണ് അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച് ഈ ഓഗസ്റ്റ് 15-ാം തീയതി മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളായിട്ട് സഭ എന്ന് ഓർക്കണമെന്നുള്ള പ്രഖ്യാപനം സഭയിൽ വന്നത് 12-ാം പീയൂസ് മാർപ്പാപ്പയിലൂടെയാണ്. നമ്മളിന്ന് ആഗോള സഭയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ വായന വെളിപാട് പുസ്തകത്തിൽ നിന്നാണ്. ഒന്നാമത്തെ വായന പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ് പരിശുദ്ധ കന്യാമറിയുമായുള്ള വചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും നമുക്ക് പറയാനായിട്ട് പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വായന ഇന്ന് വെളിപാട് പുസ്തകം 11-ാമത്തെ അധ്യായം 19 തൊട്ട്. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു, അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണാതായി. വാഗ്ദാന പേടകം കാണപ്പെട്ടു. അവിടെ മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ഇത് പരിശുദ്ധ കന്യാമറിയത്തെ മറിയം യേശുവിനെ ദൈവപുത്രനെ ഉള്ളിൽ വഹിച്ചവനാണ്. ആത്മീയമായിട്ട് ദൈവ സാന്നിധ്യമുള്ള പേടകമാണ് വാഗ്ദാന പേടകം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്നപ്പോൾ അദൃശ്യനായ ദൈവം വാഗ്ദാന പേടകത്തിന്റെ ഉള്ളിലായിരുന്നു, അവരുടെ കൂടെ 10 കൽപ്പനകളും അല്ലെ മന്നായും അഹരോന്റെ തളർത്ത വടിയുമൊക്കെ ഉൾക്കൊണ്ട ആ വാഗ്ദാന പേടകം, അത് ദൈവ സാന്നിധ്യമായിരുന്നു. ഈ ഭൂമിയില് നമ്മൾ കാണുന്ന ആ ദൈവം മറിയത്തിന്റെ ഉള്ളിൽ ആയിരുന്നത് കൊണ്ട് വാഗ്ദാന പേടകം, നമ്മൾ ലുത്നിയായാല് വാഗ്ദാന പേടകമേ എന്നാണ് മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത്. വാഗ്ദാന പേടകമേ. കാരണം എന്താ? ദൈവം കുടികൊള്ളുന്ന ആലയമാണ്. പൗലോസ് സാധാരണ നമ്മൾ
പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ എന്ന് നമ്മളെക്കുറിച്ച് ഓരോ വിശ്വാസിയെയും കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തെ ഉൾക്കൊണ്ട വാഗ്ദാന പേടകം വിശുദ്ധി ജീവിച്ചുകൊണ്ട് വചനം 10 കൽപ്പനകൾ ഉണ്ടായിരുന്ന വാഗ്ദാന പേടകത്തിൽ ദൈവവചനം മുഴുവനും തൻ്റെ ഉള്ളിൽ ആത്മന മനസ്സാ വാച ഇതാ ഹൃദയത്തിലും ആത്മാവിലും ശരീരത്തിലും പൂർണ്ണമായി ഉൾക്കൊണ്ട മറിയം തീർച്ചയായിട്ടും ആ 10 കൽപ്പനകൾ പോലെ വചനം മുഴുവൻ ഉൾക്കൊണ്ട വാഗ്ദാന പേടകമാണ്. വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ആദ്യം മരുഭൂമിയിൽ കിട്ടിയ മന്നാണ് കരുതി വെച്ചിരുന്നതെങ്കിൽ ഈ ഭൂമിയിൽ മന്നായ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്ന് പറഞ്ഞ യേശുവിനെ ഉൾക്കൊണ്ട ഒരു വാഗ്ദാന പേടകമാണ് മറിയം. പിന്നെ അവൻ മൂന്നാമത്തേത് അഹ്റോന്റെ തകർത്തപടിയാണ്. അഹ്റോന്റെ പുത്രി എന്ന സങ്കീർത്തനം 45 ആണ് മറിയത്തെ കുറിച്ചുള്ള സങ്കീർത്തനമായിട്ടത് പറയുന്നത്. ഇങ്ങനെയാണ് 45:10 മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകർഷ്ടനാകും. സാധാരണ നമ്മൾ സിർമലബാർ കുർബാനയിൽ കല്യാണത്തിന് വായിക്കുന്ന ഒരു വായനയാണ് സങ്കീർത്തനം. ഇത് തിരുസഭയുമായിട്ടുള്ള ബന്ധത്തിൽ ക്രിസ്തു മണവാളനാണെന്ന് പറയുമ്പോൾ മറിയം ആദ്യമായി തന്റെ ജീവിതം ദൈവത്തിനായി അടിയറ വെച്ച മറിയം. അവൻ നിന്റെ നാഥനാണ്, അവനെ വണങ്ങുക. ടയർ നിവാസികൾ നിന്റെ പ്രീതി കാംക്ഷ ഉപകാരങ്ങൾ അർപ്പിക്കും. താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ പുത്രന്മാർ 45:16 നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെടും, ഭൂമിയിലെങ്ങും നീ അവരെ അധിപതികളായി വാഴിക്കും. വീണ്ടും 45:17 തലമുറ തോറും നിന്റെ നാമം കീർത്തിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും, ജനതകൾ നിന്നെ എന്നും പ്രകീർത്തിക്കും. സ്തോത്രഗീതത്തിൽ ലൂക്കായുടെ സുവിശേഷത്തില് മറിയത്തിന്റെ സ്തോത്രഗീതത്തില് മറിയം തന്നെ ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പറയുന്നതിലുള്ളൂ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ലൂക്ക 1:48 അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ദൈവവചനവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ കന്യാമറിയം വാഗ്ദാന പേടകമാണ്. വെളിപാട് പുസ്തകം 11:19 വാഗ്ദാന പേടകമായും നമ്മളോട് മറിയത്തെ. പിന്നെ താഴോട്ട് പറയുന്നത് 12 വായനയുടെ ഭാഗമാണ്, ഒരു അധ്യായമായിട്ടൊക്കെ പിന്നീട് തിരിച്ചതാണ്. അപ്പോൾ ഇതിന്റെ വായനയുടെ കണ്ടിന്യൂഷനായിട്ട് വായിക്കുമ്പോൾ വാഗ്ദാന പേടകം പിന്നെ കാണും. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ സൂര്യനെ വസ്ത്രമാക്കി ധരിച്ചവൾ, അല്ലെങ്കിൽ അവളെ കാണുമ്പോൾ സൂര്യന്റെ പ്രകാശമാണ് അവളിൽ നിന്നും. കാരണം അവള് ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ ഉള്ളിൽ ധരിച്ചവളാണ്. സൂര്യപ്രകാശത്തെ അല്ലെങ്കിൽ എത്രയോ 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ളവനായ യേശുവിനെ ഉള്ളിൽ വഹിച്ചവൾ, സൂര്യനെ ധരിച്ചവൾ ആ ഒരു സ്ത്രീയായിട്ട് അവൾ കാണപ്പെട്ടു. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ. സൃഷ്ടപ്രപഞ്ചം മുഴുവന്റെയും, അത് എല്ലാ സൃഷ്ടപ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ കർത്താവിനെ ഉൾക്കൊണ്ടവളാണ് അവൾ. അപ്പം അവൾ ചന്ദ്രന്റെ മുകളിൽ ചവിട്ടി നിൽക്കുകയാണ്. പാദങ്ങൾ അടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങളുള്ള കിരീടം. 12 നക്ഷത്രങ്ങൾ ഇസ്രായേൽ 12 ദൈവമക്കള് 12 ഗോത്രങ്ങളാണ്. അപ്പൊ സർവ്വ ഗോത്രങ്ങളുടെയും സകല മനുഷ്യരുടെയും ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും രാജ്ഞിയായി കിരീടം ധരിപ്പിക്കപ്പെട്ടവളാണ് അവൾ. നമ്മുടെ മഹിമയുടെ 5-ാമത്തെ രഹസ്യത്തിൽ അവൾ കിരീടധാരണിയായി നിൽക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വിശ്വസിച്ചു. കാരണം ഇതാണ് സകല വംശത്തിൻ്റെയും മനുഷ്യവർഗം മുഴുവൻ്റെയും മാതാവാണ്. നമ്മൾ ഇടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ഈ ഉൽപ്പത്തിയില് 3-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തി 3 ആദം തൻ്റെ ഹവ്വ, 33:20 ഇങ്ങനെ വചനമുണ്ട്, ആദം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിയുമ്പോൾ ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു. കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്, ജീവനുള്ളവരുടെ. പക്ഷെ നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ പുറത്താക്കപ്പെട്ടപ്പോൾ ആത്മീയ ജീവൻ പോയി, വെറും ശാരീരിക ജീവൻ മാത്രമുള്ളതായി മാറി. ആത്മാവ് സാത്താൻ അടിമപ്പെട്ട് അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ മരണത്തിന് അധീനരായ അവർ ഭൂമിയിൽ ജീവിക്കുന്നവരുടെ എല്ലാം മാതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഭാര്യയെ ആദം ഹവ്വ എന്ന് വിളിച്ചു. പക്ഷേ 2-ാം ആദം എന്ന് പറയുന്ന യേശുക്രിസ്തു, ആദം പാപം ചെയ്തെങ്കിൽ 2-ാം ആദം എന്ന് വിളിക്കുന്ന യേശുക്രിസ്തു
മനുഷ്യവർഗത്തിന്റെ രക്ഷകനായി മാറിയിട്ട് താൻ ഈ ഭൂമിയിൽ തനിക്ക് ജന്മം നൽകിയ അമ്മയെ നമുക്ക്, അതായത് മനുഷ്യവർഗത്തിന്റെ, ഇങ്ങനെ വേണേൽ പറയാം, രക്ഷിക്കപ്പെട്ട മനുഷ്യവർഗത്തിന്റെ അമ്മയായ ഇനി മുതൽ ഹൗവയല്ല. കാരണം അവൾ ഭൂമിയിലെ ശാരീരികമായ ജീവനുള്ളവരുടെ അമ്മയാണെന്ന് ആദം പറഞ്ഞെങ്കിൽ, രണ്ടാം ആദമായ യേശു ക്രിസ്തു പറയാണ് നിത്യജീവന്റെ അവകാശമായി തീർന്ന മനുഷ്യവർഗത്തിന്റെ, അല്ലെ സഭയുടെ അമ്മയായി, വിശ്വാസികളുടെ അമ്മയായി. യോഹന്നാൻ 19 നമ്മൾ വായിക്കുന്നുണ്ടത്, 27 25 തൊട്ട് വായിക്കുമ്പോൾ കാണാം. യേശു 26 പറയുന്നുണ്ട്, യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും കുരിശിന്റെ ചുവട്ടിൽ അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. വലിയൊരു പലപ്പോഴും ചിന്തിച്ചാണ് നമ്മൾ തൻ്റെ അമ്മയെ നല്ല വിളിച്ചത് സ്ത്രീയെ എന്നാണ്. കാരണം അതിന് കാരണമുണ്ട്, ഉൽപ്പത്തിയിൽ മനുഷ്യൻ പാപം ചെയ്ത് സാത്താന്റെ അടിമത്തിൽ പോയി ദൈവത്തിൽ നിന്ന് ഓടി അകന്നു നിൽക്കുമ്പോൾ ദൈവം മനുഷ്യനെ തേടുന്നുണ്ട്. ആദം നീ എവിടെയെന്ന് ചോദിച്ചു വരുന്നുണ്ട്. അവിടെയാണ് ദൈവത്തിൽ നിന്ന് ഓടി അകന്ന് പാപം ചെയ്ത മനുഷ്യൻ, അത് ഹവ്വായും പറയുന്നുണ്ട്, ആദം ഞാൻ തിന്നതെന്ന് പറഞ്ഞ പഴം നീ തിന്നോ എന്ന് പറയുന്നില്ല. നീ തന്ന നിന്റെ അവളാണ്, നീ തന്നവളാണ് ഹവ്വ, അവളാണ് എനിക്ക് തന്നതെന്ന് പറഞ്ഞ് അനുതാപമില്ലാതെ കുറ്റബോധവും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്ന മനോഭാവവുമായിട്ട് ദൈവത്തോടും തന്റെ സ്വന്തം ഭാര്യയോടും ഉള്ളിൽ ഒരുമാതിരി വൈരാഗ്യവും ദേഷ്യവുമായി നിൽക്കുന്ന ആദം, അവൾ മൂലമാണ് എനിക്ക് സംഭവിച്ചെന്ന് പറയുന്ന ആദം, അവരുടെ അവസ്ഥ ഹവ്വ പറഞ്ഞു ഞാനല്ല പാമ്പാണ് എന്ന് പറഞ്ഞാൽ അനുതാപമില്ല, മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുന്ന ഒരു മനോഭാവം. പാപത്തിന്റെ ഒരു വലിയ കുഴപ്പം അതാണ്. അതിൽ നമ്മൾ അനുതാപിക്കുമ്പോൾ എന്താ പറഞ്ഞേ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അനുതാപം ഇല്ലാത്ത ഒരു കുഴപ്പമില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് പാപമൊന്നുമില്ല, ഞാൻ കുമ്പസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പള്ളിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ദൈവത്തെ ആവശ്യമൊന്നുമില്ല. അത് അനുതാപം ഇല്ലാത്ത അവസ്ഥയാണ്. അനുതാപമുള്ള അവസ്ഥയിലേക്ക് എനിക്ക് തെറ്റിപ്പോയി, എൻ്റെ ദൈവമേ, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ തെറ്റ് ചെയ്തു പോയി, അങ്ങയുടെ വചനം ഞാൻ ലംഘിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അനുതാപത്തിൽ എന്തിനാണ് എൻ്റെ പിഴ, നീ മരിക്കാൻ ഞാൻ തയ്യാറാണ് പാപം ചെയ്യുന്നതിനേക്കാളും എന്ന് പറയുന്ന ആ ഒരു മേഖല. അവിടെ ദൈവമായ കർത്താവ് അനുതാപമില്ലാതിരുന്ന മനുഷ്യനെ രക്ഷിക്കുവാനായിട്ടുള്ള തീരുമാനം അവിടെയാണ് എടുക്കുന്നത്. 33:15 അവിടെയാണ് പറഞ്ഞത്, സ്ത്രീ ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും, നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പാമ്പ് പൊടി തിന്നല്ല ജീവിക്കുന്നത്. കാരണം ഇത് പാമ്പിന്റെ രൂപത്തിൽ വന്ന സാത്താൻ ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയം ഈ പാമ്പിന്റെ തലയിൽ ചവിട്ടി നിൽക്കുന്നത്, പാമ്പിന്റെ തലയിൽ ചവിട്ടിയപ്പോൾ പാമ്പിന്റെ വായ് പിളർന്ന മണ്ണ് അതിനകത്ത് കയറി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്, അത് ദൈവമക്കള് സർപ്പത്തിന്റെ തലയെ ചവിട്ടാനുള്ള ഒരു അധികാരം. യേശു പറഞ്ഞില്ലേ, പാമ്പിന്റെ വായിൽ പൊടി കയറും എന്ന് പറഞ്ഞാൽ അവന്റെ തലയെ ചവിട്ടുമ്പോൾ വായു പിളർന്ന ഭൂമിയിലെ മണ്ണ് അവന്റെ വായിൽ കയറും എന്ന് പറയുമ്പോൾ അവൻ ഇല്ലാതായി. ഈ സർപ്പം, പാമ്പ് അല്ലെ സാത്താന് മേൽ അധികാരമുള്ള ഒരു ജനതയായിട്ടാണ്. സാത്താന് സകല തേളുകളുടെയും പാമ്പുകളുടെയും മേൽ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, അവയെ നിങ്ങളെ ഉപദ്രവിക്കുകയല്ല എന്ന് പറയുമ്പോൾ ഈ പാമ്പിന്റെ തലയിൽ ചവിട്ടി അതിനെ ഇല്ലാതാക്കുമ്പോൾ അതിന്റെ വായു പിളർന്നതിൽ മണ്ണ് കയറുന്ന ഒരവസ്ഥ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഇതിന്റെ ഒഫീഷ്യലായിട്ട് ചർച്ച. അങ്ങനെ ഒരു വ്യാഖ്യാനം എന്നല്ല ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതായിരിക്കും കാരണം ദൈവമക്കള് പാമ്പിന്റെ തലയിൽ, പരിശുദ്ധ കന്യാമറിയം പാമ്പിന്റെ തലയിൽ ചവിട്ടിയപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ ആ പാമ്പിനെ അമ്മ ചവിട്ടി മെതിച്ചു. ഒരു പാപവും അമ്മയെ സ്വാധീനിച്ചില്ല. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത്, സ്വപ്നത്തിലോ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ മനസ്സാവാച കർമ്മണ ഒരു പാപവും അവൾ ചെയ്യുകയില്ല. കാരണം എന്താ, പാപത്തിന്റെ സ്വാധീനമില്ലാതെ, ഇമ്മാക്കുലേറ്റ് കൺസെപ്റ്റ്, ജന്മഭാവമില്ലാതെ പാപത്തിന്റെ സ്വാധീനമില്ലാതെയാണ് അവള് ഉരുവാക്കപ്പെട്ടത്, ജനിച്ചത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ആ പാമ്പിന്റെ തലയിൽ ചവിട്ടി നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളും ഓരോ വിശ്വാസി. യേശുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ ഈ സർപ്പത്തിന്റെ തലയിൽ ചവിട്ടി നിൽക്കുമ്പോൾ ഞാൻ പറയാം, അതിന്റെ വായ് പിളർന്ന് ചാകുമ്പോൾ അത് തല പിളർന്ന് വാ പിളർന്ന് അതിന്റെ വായിൽ മണ്ണ് കയറും ഭൂമിയിലെ. ഞാൻ ചിന്തിക്കുകയാണ്. എന്നിട്ട് പറയാണ്, 33:15 പറഞ്ഞ വചനം, നീയും പാമ്പിനോട് പറഞ്ഞാണ്, നീയും സ്ത്രീയും, സർപ്പത്തോട് സാത്താനോട്, പാമ്പിനോടല്ല സാത്താനോട് പറയുകയാണ്, മനുഷ്യനെ പാപത്തിലേക്ക് നയിച്ച നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. ഇത് തീർച്ചയായിട്ടും നമുക്കറിയാം, മനുഷ്യനെ പാപം ചെയ്യിച്ച സാത്താനോട്
അതിന്റെ സാത്താന് തല തകർക്കാൻ വരുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അല്ലേ. അതാണ് സ്ത്രീ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചത്. അതായത് ആദ്യ സ്ത്രീയായ ഹൗവ പാപം ചെയ്തെങ്കിൽ വേറൊരു സ്ത്രീ, അതിലെ വേറൊരു സ്ത്രീ വരാൻ പോകുന്നു. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജെറമ്യായിലും പറഞ്ഞിട്ടുണ്ട്. ഇതാ ജെറമ്യ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും, ദൈവം ഭൂമിയിൽ പുതിയൊരു സൃഷ്ടികർമ്മം നടത്തിയിരിക്കുന്നു. ഇത് എന്താ? അന്ന് ആദ്യത്തെ സ്ത്രീ ഉണ്ടായത് പുരുഷനിൽ നിന്നായിരുന്നു. ആദത്തിൽ നിന്നാണ് ആദ്യത്തെ സ്ത്രീ ഉണ്ടായത്. അവള് പാപം ചെയ്യുന്നവളായി മാറിയെങ്കിൽ ജെറമ്യ 31:22 ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു. ഇത് ഞാൻ പറയും പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ചാണ്. ജന്മഭാവം ഇല്ലാത്തവളെ അവളെ സൃഷ്ടിച്ചതിനെ കുറിച്ചുള്ള വചനമാണ്. കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു. എന്താ? സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു. ആദ്യം ദൈവം പുരുഷനെ സൃഷ്ടിച്ചിട്ട് പുരുഷനിൽ നിന്നാണ് സ്ത്രീയെ ഹൗവായെ സൃഷ്ടിച്ചതെങ്കിൽ, ഇവിടെ ദൈവമായ കർത്താവ് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിട്ട്, കന്യകാമറിയെ സൃഷ്ടിച്ചിട്ട്, ആ മറിയത്തിൽ നിന്നും പാവമില്ലാത്തവളെ ജയിച്ച് അവളിൽ നിന്നും രക്ഷകനായ ക്രിസ്തു പുരുഷനെ പരിപാലിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ പറയും, ആ കന്യകാമറിയം ഈ രക്ഷകനായി വരുന്ന ക്രിസ്തുവിനെ ആത്മീയമായി സംരക്ഷിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ചവളാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഈ സ്ത്രീ എന്ന് വെളിപാടില് ദൈവം വിളിക്കുന്നത് ഈ ഉൽപ്പത്തി 3:15 സ്ത്രീയാണ്. ഇതും കാനായിലെ കല്യാണ വിരുന്നിലും നമ്മൾ കാണും. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലും അവിടെയും സ്ത്രീയെ എനിക്കും നിനക്കും, തന്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചതും ഈ ഉൽപ്പത്തി 3:15 സ്ത്രീയാണ് നീ എന്ന് തൻ്റെ അമ്മയെ വചനപ്രകാരം ഉറപ്പിക്കുകയായിരുന്നു ഈശോ. പ്രിയമുള്ളവരെ, കാരണം നമുക്കറിയാം, അമ്മയെ ഒരിക്കലും സ്ത്രീ എന്ന് വിളിച്ച് അപമാനിക്കുന്നത് ദൈവകൽപ്പനയ്ക്ക് എതിരാണ്. 4-ാമത്തെ കൽപ്പന പറയുന്നതാണ്, നിന്റെ മാതാപിതാക്കളെ, ഭൂമിയിൽ നല്ലൊരു ജീവിതം ഉണ്ടാകാൻ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം മനുഷ്യനായി ഭൂമി തരുന്ന ദൈവം യേശുക്രിസ്തു ഒരിക്കലും തന്നെ അമ്മയെ സ്ത്രീ എന്ന് വിളിച്ച് അവളെ ചെറുതാക്കിയില്ല, അപമാനിക്കില്ല. കാരണം മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഈ മറിയത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന സ്ഥാനം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് പറയുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഇതാ ഈ ബാലനായ യേശു 12-ാമത്തെ വയസ്സിൽ നമ്മുടെ ദേവാലയത്തിലേക്ക് പതിപോലെ അവർ ജെറുസലേമിലെ തിരുനാളിന് പോയിട്ട് മടങ്ങി വരുമ്പോൾ യേശുവിനെ കാണാതെ പോകുന്ന സംഭവമൊക്കെ നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഈ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, മകനെ എന്താണ് നീ ഞങ്ങളോട് ചെയ്തത്? നിന്റെ പിതാവ് ഞാനും, നിന്റെ വളർത്തു പിതാവെന്നാണ് മറിയ ഉദ്ദേശിച്ചത്, നിന്റെ പിതാവ് ഞാനും ഈ എത്ര ദിവസമായി 3 ദിവസം അന്വേഷിച്ചിട്ട് കാണാതെ അവസാനം കണ്ടുകിട്ടി കഴിഞ്ഞപ്പോൾ ഈശോ ചോദിച്ചു, എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ജോലിയിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ? അത് നമ്മൾ കാണുന്നുണ്ട് അവിടെ. അപ്പൊ ഈശോ ഇതൊക്കെ പറഞ്ഞെങ്കിലും അവൻ അവരോടുകൂടി 4-ാമത്തെ കൽപ്പന അനുസരിച്ച് മാതാപിതാക്കൾക്ക് അവൻ അവരോടുകൂടെ പുറപ്പെട്ടു. അവന് 12-ാമത്തെ വയസ്സിൽ 30 വയസ്സുവരെ പിന്നെ മാതാപിതാക്കൾക്ക് പരിശുദ്ധ അമ്മയുടെ സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്ന ഈ സ്ത്രീ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ പരിപാലിക്കാണ്, ദൈവത്തിന്റെ കുഞ്ഞാടായി വളർത്തിക്കൊണ്ടുവരികയാണ്. പിന്നീട് വചനപ്രകാരം നമ്മൾ യേശുവിനെ 12 വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ യേശുവിനെ കുറിച്ച് ഒറ്റ വാക്ക് പറയാണ്, അവൻ അവരോടുകൂടി പോന്നു നസറത്തിൽ വന്ന് അവൻ അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. നോക്കണം, ദൈവം മറിയത്തിനും ജോസഫിനും വിധേയപ്പെട്ട് ജീവിച്ചു. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രമാത്രമാണ് ഈ മറിയത്തെ ഈശോ കരുതിയിരുന്നത്. മാത്രമല്ല, ചിന്തിക്കാനാണെങ്കിൽ ഇന്ന് ദിവസം മുഴുവൻ ചിന്തിക്കാനുണ്ട് നമുക്ക്. കാരണം ഈ തിരുസഭ ഉണ്ടാകുന്നതല്ലേ ഈ മറിയത്തിൽ നിന്നാണ്. യേശു ഭൂമിയിൽ ജനിച്ചത്. ഈ തിരുസഭ യേശുവിന്റെ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ കുരിശില് അല്ലെ യോഹന്നാന് ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പിന്നെ മറിയം പിന്നെ ആ അപ്പസ്തോല ഗണത്തിലാണ്. യോഹന്നാന്റെ വീട്ടിൽ ആരും അറിയാതെ ഒളിച്ചു താമസിക്കുകയല്ല, അപ്പസ്തോലന്മാരുടെ കൂടെയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1 നമ്മൾ കാണുന്നുണ്ടത്. അവിടെ ഇങ്ങനെയാണ് 14-ാമത്തെ ദിനം, ഇത് ഏകദേശം 120ഓളം പേര് ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവിടെ
12 അപ്പസ്തോലന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ അവർ വീടിന്റെ മുകളിലെത്തി. ഒലിവുമലയിൽ നിന്ന് പുറപ്പെട്ട് കർത്താവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാര് കർത്താവ് പട്ടണത്തിലെത്തി താമസിക്കുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലെത്തി. മുറിയിൽ ചെന്നു അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമിയ, മത്തായി, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമിയോൻ, യാക്കോബിന്റെ പുത്രനായ യൂദാസ്, ഒറ്റിക്കൊടുത്ത യൂദാസ് മരിച്ചു എന്ന് നമുക്കറിയാം. ബാക്കി എല്ലാവരും ഒരുമിച്ച് ഇവർ ഏക മനസ്സോടെ, അപ്പോസ്തല പ്രവർത്തനം 1:14, ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ പറയാണ് വചനം, ദൈവവചനം, ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും. മറിയം എന്തൊരു പ്രാധാന്യമാണ് മറിയത്തിനോട് വചനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ദൈവവചനമാണ് പറയുന്നത്. മറിയത്തോട് മറ്റ് സ്ത്രീകൾ, ഭക്ത സ്ത്രീകളോടും ഒപ്പം മക്തലിന്റെ മറിയൊക്കെ ഉൾപ്പെടുന്ന ആ ഭക്തരോടൊപ്പം അവൻ്റെ ഇപ്പം കർത്താവിൻ്റെ ബന്ധുക്കളായിട്ടുള്ളവരൊക്കെ ഉണ്ട്. 120ഓളം പേര് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഓർത്ത് നോക്കി, പരിശുദ്ധ അമ്മയാണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമ്മയാണ് അവർക്ക് ആത്മീയ പ്രചോദനം കൊടുത്തത്. യേശുവിൻ്റെ ആത്മാവിന്, പരിശുദ്ധാത്മാവിന് വേണ്ടി, അല്ലെ പരിശുദ്ധ അമ്മയുടെ മടിയിലാണ് ബേത്ലഹേമിൽ മനുഷ്യക്കുഞ്ഞായ യേശു ജനിച്ചു വീണതെങ്കിൽ തിരുസഭ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മടിയിൽ തന്നെയാണ് പെന്തക്കോസ്ത നാളിൽ ജനിച്ചത് എന്ന് ഞാൻ പറയും. പരിശുദ്ധ അമ്മയാണ് അപ്പോസ്തലന്മാരെ ഒരുമിച്ച് കൂട്ടി അവരെ പ്രാർത്ഥനയിൽ ദൈവവചനം, കാരണം വചനത്തിന്റെ പൂർണ്ണതയായ മറിയം, തൻ്റെ ഉള്ളിൽ വാഗ്ദാന പേടകമായ മറിയം, തിരുസഭയുണ്ടാകാനായിട്ട് അപ്പോസ്തലന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രാർത്ഥിച്ചതും മറിയം തന്നെയാണ്. ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ഓർക്കുമ്പോൾ മറിയത്തിന്, പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആ സ്ഥാനം വലിയൊരു ആത്മീയ മേഖലയാണ്. നമ്മൾ അറിയണം. ഇവിടെ വെളിപാട് 12:5 പറയുന്നുണ്ട്, അവള് വാചനിങ്ങനാണല്ലോ, അവൾ ഗർഭിണി, ഒരു സ്ത്രീ, സൂര്യനെ വിടയാടിയാക്കിയ ഒരു സ്ത്രീ, അവളുടെ തലയിൽ 12 വസ്ത്രമുള്ള കിരീടം, അവൾ ഗർഭിണിയായിരുന്നു. ഞാൻ പറയും, വെളിപാട് പുസ്തകം കഴിഞ്ഞതും ഇപ്പോഴും വരാനുള്ളതുമായ വചനത്തിന്റെ പൂർത്തീകരണമാണ്. ഇവിടെ മറിയത്തെക്കുറിച്ച് എന്ന് പറഞ്ഞത്, അവൾ ഗർഭിണിയായിരുന്നു, പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. ഞാൻ പറയാറുണ്ട്, ഇത്രമാത്രം പ്രസവ ക്ലേശം, വേദനയാൽ എന്ന് പറഞ്ഞാൽ ശാരീരിക ഇത്രമാത്രം പ്രസവ ക്ലേശം പേരിയാർത്താനായിട്ട് പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയുമായി കഴുതപ്പുറത്ത് ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്തു. അവിടെ ചെന്ന് അവൾക്ക് വിശ്രമിക്കാൻ ഒരു സ്ഥലം പോലും കിട്ടിയില്ല. പൂർണ്ണ ഗർഭിണിയായ അവളെയും കൊണ്ട് നടക്കുകയാണ് ജോസഫ്. അവിടെ ഇടം കിട്ടാഞ്ഞിട്ട് ഒരു കാലിത്തൊഴുത്തിലാണ് അഭയം തേടിയത്. പൂർണ്ണ ഗർഭിണിയായ ഒന്ന് നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത മറിയത്തിന് ഇത്രമാത്രം വചനം പറയുകയാണ്, പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഇതുപോലെ നിന്ദിക്കപ്പെട്ട, തള്ളപ്പെട്ട പൂർണ്ണ ഗർഭിണിയായ ആരും ഓടിച്ചു വിട്ടിട്ടില്ല. എനിക്കിവിടെ ഇടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസവ ക്ലേശത്താൽ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു, സാത്താൻ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ തന്നെ എന്താ, അഗ്നിമയനായ ഉഗ്ര സർപ്പം, വെളിപാട് അല്ലെങ്കിൽ ഉൽപ്പത്തിയിൽ കണ്ട പുരാതന സർപ്പം വീണ്ടും വരികയാണ്. അതിൽ 7 തലയും 10 മനുഷ്യവർഗത്തെ മുഴുവനും പാപത്തിലേക്ക് നാശത്തിൽ നയിക്കുന്ന ഉഗ്ര സർപ്പം. രാജ്യങ്ങളും ജനതകളും ഒക്കെ അതിൻ്റെ കീഴിലായിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ് അവിടെയൊക്കെ പറയുക. അതിൻ്റെ വാല ആകാശ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞ ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. യേശുക്രിസ്തുവാണ്. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. വെറും 33 വർഷം മാത്രം ഭൂമിയിൽ ജീവിച്ച യേശു സ്വർഗാരോഹണം ചെയ്ത് ദൈവസന്നിധി ദൗത്യം പൂർത്തിയാക്കിയിട്ട് ദൈവസന്നിധിയിലേക്ക് പോയതാണ് വെളിപാടിൽ യോഹന്നാൻ കണ്ടത്. നമ്മൾ ഓർക്കണം, ഈ യേശു കുഞ്ഞിനെ വിഴുങ്ങാൻ, ഓർത്ത് നോക്കിയ ഈ കുഞ്ഞിനെ കൊല്ലാൻ, യേശുവിനെ കൊല്ലാൻ ഹെരോദോസ് എന്തെല്ലാമാണ് ശ്രമിച്ചത്. അന്ന് 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവനും കൊല്ലിക്കുകയാണ് ആളയച്ച്, യേശുവിനെ കൊല്ലാൻ വേണ്ടി. അപ്പൊ യേശു ജനിക്കാതിരിക്കാൻ വേണ്ടി ഈ സാത്താൻ, പുരാതന സാത്താൻ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രവർത്തിച്ചത്. അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനെ, ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു.
ഈ വെളിപാട് 12 ഇത്ര താഴോട്ട് വായിക്കുമ്പോൾ സ്വർഗത്തിൽ അവിടെ ഈ സ്വർഗത്തിൽ യേശുക്രിസ്തു കാൽവരി കുരിശിൽ സാത്താനെ പരാജയപ്പെടുത്തി. എന്നിട്ടാണ് ആ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. അവിടെ അപ്പോൾ ഒരു സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ച് ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തുകൊണ്ടെന്ന് അവൻ വലിച്ചെറിയപ്പെട്ടു. ജോബിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, സാത്താനും ദൈവപുത്രന്മാരോട് സ്വർഗത്തിൽ ചെന്ന മനുഷ്യമക്കളെ കുറിച്ച് അവരുടെ പാപത്തിന്റെ കുറ്റം പറയുമ്പോൾ യേശുക്രിസ്തു കാൽവരിയിൽ നമ്മുടെ സകല പാപങ്ങളും മനുഷ്യവർഗത്തിന്റെ സകല പാപങ്ങൾ ഏറ്റെടുത്തപ്പോൾ സാത്താന് അവിടെ മിഖായേലും കൂട്ടുന്ന സാത്താനോട് അവൻ ദൂതന്മാരും പോരാടി യേശു കുരിശിൽ അവനെ പരാജയപ്പെടുത്തിയത് കൊണ്ട് സ്വർഗത്തിൽ സാത്താൻ ഇടമില്ലാതായി അവൻ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. പറയാണ് ഇങ്ങനെ പറയാറുണ്ട്, വായനയുടെ ഭാഗമല്ല. അവരാകട്ടെ ഭൂമിയിലുള്ള ദൈവ കുഞ്ഞാട് രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും വിശ്വാസികളെ അവൻ്റെ മേൽ വിജയം നേടി അവർ ജീവൻ നൽകാനും തയ്യാറായി. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയം അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഭൂമിയിലാണെന്ന് പിശാചിന്റെ താവളം. കാണുന്നതെല്ലാം നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? ഞാൻ പലപ്പോഴും ഓർമ്മിച്ചിട്ടുണ്ട്, നരകത്തിന്റെ താക്കോൽ യേശുവിന്റെ കയ്യിലാണ്. സ്വർഗത്തിൽ ഇടമില്ലാതായി ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. വെളിപാട് 12 അതെ, വെളിപാട് 12 വചനമാണ്. ഈ ഭൂമിയിലാണ് സാത്താൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഈ സ്ത്രീക്കെതിരെ ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിന് നടക്കുന്ന എല്ലാം, അല്ലേ, വചനം പോലും ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവൃത്തി സാത്താൻ ഇന്ന് അനേകരുടെ വായിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറിയത്തെ എവിടെ കേട്ടാൽ ഉടനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇത് ആരുടേതാണ്? ഇത് പരിശുദ്ധാത്മാവിൻ്റെതല്ല, ഇത് ദുഷ്ടാരൂപിയുടെ. ഈ പുരാതന സർപ്പത്തിന് നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ അതിൻ്റെ കെണിയിൽ പെട്ടുപോകരുത് പ്രിയമുള്ളവരെ. സ്വർഗത്തിലേക്ക് ആരോപിതയായ പിതാവിൻ്റെ ദൈവസാന്നിധ്യത്തിൽ മുടിധരിപ്പിക്കപ്പെട്ട പരിശുദ്ധ കന്യാമറിയമേ, ഞങ്ങളുടെ അമ്മേ, തിരുസഭയുടെ അമ്മേ, ഈ ഭൂമിയിൽ ദിവ്യകാരുണ്യമായി വസിക്കുന്ന ഈശോയ്ക്ക് ശരീരം നൽകിയ അമ്മേ, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.